Hi viewers, welcome to my channel Amallu's Palette. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തവും രുചികരവുമായ ഒരു പഞ്ചാബി മാങ്ങ അച്ചാറാണ്. അച്ചാർ തയ്യാറാക്കുന്നതിനായി ഏകദേശം 1.5 കിലോയോളം അധികം മൂക്കാത്ത പച്ചമാങ്ങയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ മാങ്ങയെ 4ആയി മുറിച്ചെടുക്കണം. മാങ്ങ നീളത്തിൽ അരിഞ്ഞാൽ മതിയാകും. മാങ്ങയുടെ വലുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് 4 or 6 പീസായി മുറിക്കാം. ഇവിടെ ഞാൻ 4 പീസായിട്ടാണ് മുറിക്കുന്നത്. എങ്കിൽ വളരെ ചെറിയ പീസുകളായി മുറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ നാട്ടിൽ അച്ചാറിടുന്ന രീതിയിൽ വളരെ ചെറിയ പീസായി മുറിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഞാൻ മാങ്ങ മുറിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിനെ നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്യുമ്പോൾ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. വളരെ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്താൽ മതി. അതിനുശേഷം നല്ലൊരു വലിപ്പമുള്ള പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഏകദേശം 2.5 ടീസ്പൂണോളം ഉപ്പും ഒരു 1.25 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി തിരുമിയെടുക്കുക. ഉപ്പും മഞ്ഞളും നന്നായി മിക്സ് ചെയ്തതിനു ശേഷം മാങ്ങ ഒരു ഫുൾ നൈറ്റും ഒരു ദിവസം മുഴുവൻ വെയിലത്തും വെക്കേണ്ടതാണ്. ഒന്നര ദിവസം കഴിഞ്ഞിട്ട് എടുത്ത മാങ്ങയാണിത്. ഒരു ഫുൾ ഡേ സണ്ണും ഒരു ഓവർനൈറ്റും ഇരുന്നതാണിത്. ഇതിൽ നിന്ന് ഇപ്പോൾ അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. മാങ്ങയിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം നിങ്ങൾക്ക് ഫ്യൂച്ചർ യൂസിന് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഡിസ്കാർഡും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. മാങ്ങയെ ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇതിനെ ഇനി ഒരു ദിവസം കൂടി സൺ ഡ്രൈ ചെയ്യാനുള്ളതാണ്, അതായത് വെയിലത്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ അതിനെ നല്ലൊരു പരന്ന പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. വെയിലത്ത് വെക്കുമ്പോൾ അധികം തിക്ക് ലെയറായി ഇടാതെ തിൻ ലെയറായി ഇടാൻ ശ്രദ്ധിക്കുക. എങ്കിലാണ് എല്ലാ പീസുകളും ഒരേപോലെ ഉണങ്ങി കിട്ടുകയുള്ളൂ. ഇപ്പോൾ അധികം വെയിലില്ലാത്ത ഏരിയ ആണെങ്കിൽ അവനിൽ ഡീഹൈഡ്രേറ്റ് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ എല്ലാ പീസുകളും ഏകദേശം വെയിൽ കൊള്ളിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഉണങ്ങിക്കിട്ടും. അത്തരത്തിൽ ഡീഹൈഡ്രേറ്റ് ചെയ്തെടുത്ത മാങ്ങയാണിത്. ഇനി അച്ചാർ തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഏകദേശം 100 ഗ്രാമോളം പെരിഞ്ജീരകം, 100 ഗ്രാമോളം മല്ലി, 75 ഗ്രാമോളം കടുക്, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കലോഞ്ചി അല്ലെങ്കിൽ ഒണിയൻ സീഡ്, അത് ഓപ്ഷണൽ ആണ്. കുറച്ച് മുളക്, അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് കായം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കടുകെണ്ണ. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നന്നായി ചൂടാക്കി ആറിയ കടുകെണ്ണയാണ്. കടുകെണ്ണ ഇല്ലെങ്കിൽ എള്ളെണ്ണയിലും ചെയ്യാവുന്നതാണ്. ആദ്യമേ തന്നെ ഇൻഗ്രീഡിയൻസിനെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുക്കുന്ന ഇൻഗ്രീഡിയൻസിനെ എല്ലാം ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കായം, മുളക് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടം പോലെ എരിവ് പോലെ യൂസ് ചെയ്യുക. നന്നായി സ്പൈസി ആയ മുളകാണെങ്കിൽ വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതിയാവും. അല്ല, കുറച്ച് സ്പൈസി ആയി വേണ്ടവർക്ക് അവരവരുടെ താല്പര്യം പോലെ മുളക് യൂസ് ചെയ്യാവുന്നതാണ്. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ആദ്യം 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ ചേർക്കാവുന്നതാണ്.
അല്പം ലൂസായിട്ട് വേണം മസാല തയ്യാറാക്കാൻ. മസാല തയ്യാറായതിനു ശേഷം ഇതിനെ ഉണങ്ങി വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക. യോജിപ്പിക്കുന്ന സമയത്ത് മാങ്ങ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതിനാൽ ഒന്ന് മറിച്ചിട്ടാൽ മതിയാകും, അധികം ഇളക്കുകയൊന്നും വേണ്ട. ഈ ഒരു സ്റ്റെപ്പിന് ശേഷം നമ്മുടെ അച്ചാർ തയ്യാറാവുന്നതാണ്. ഇവിടെ ഞാൻ വിനാഗിരി ഒന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം മാങ്ങയ്ക്ക് ഓൾറെഡി പുളിയുണ്ട്. അപ്പോൾ എക്സ്ട്രാ വിനാഗിരിൻ്റെ ആവശ്യമില്ല. നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്ത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. 3-4 ദിവസത്തിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അല്ല, ഇട്ട അന്ന് തന്നെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് ചപ്പാത്തീൻ്റെ കൂടെയും പറാഠയുടെ കൂടെയും കഴിക്കാൻ വളരെ നല്ലൊരു അച്ചാറാണ്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻസിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും ഒരു പുതിയ വിഭവവുമായി വരുന്നത് വരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.